ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബനൂസ് വേർഡ്. അപ്പോൾ ഇന്നത്തെ റംദാൻ സീരീസിലെ 5ാമത്തെ റെസിപ്പി എന്ന് പറയുന്നത് തന്തൂരി ചിക്കൻ പിസയാണ്. അപ്പോൾ ഈ ഒരു പിസ്സ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വീഡിയോ കാണാം കേട്ടോ. ആദ്യം തന്നെ ഡ്രൈ ആയ ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഡയറക്റ്റ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് പെർമെൻറ്റ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഇളം ചൂടുള്ള പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അവസാനമായിട്ട് ഒരു റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴക്കരുത്. ഈ ഒരു മുട്ടയും പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുഴക്കാം. എന്നിട്ട് വീണ്ടും നന്നായി കുഴച്ചിട്ട് ടൈറ്റാൻ തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. മൊത്തം ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാവിൻ്റെ കൺസിസ്റ്റൻസി പോലെ ഇരിക്കും വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ നോക്കി ഒഴിക്കുക കേട്ടോ. അങ്ങനെ ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ വേറൊരു ബൗളിലേക്ക് പെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മാവിലേക്ക് നമുക്കൊരു ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ഇതിൻ്റെ മേലിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് മാവ്. ഇനി ഇത് നമുക്ക് 2 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും അടുക്കളയിലോ അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ തന്തൂരി ചിക്കനാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കുക, അധികം പുളിയില്ലാത്തത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും 1 ടീസ്പൂൺ കസൂരി മേത്തിയും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, നാരങ്ങനീര്. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു മസാലപ്പൊടിയൊക്കെ ഈ ഒരു ചിക്കനിലേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടുപ്പത്തൊരു പാൻ വെക്കാം. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തന്തൂരി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നന്നായിട്ട് പെർമനൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഈ മാവൊക്കെ ഒന്ന് കൈകൊണ്ട് തന്നെ വെച്ചിട്ട് ഒന്ന് താത്തി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ കൈ വെച്ചിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ എത്ര പിസയാണോ ഉണ്ടാക്കുന്നത് അത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം മിനി പിസയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കൊരു 10 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ പിസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2 പിസ ഉണ്ടാകും, മീഡിയം സൈസുള്ള 2 പിസ ഉണ്ടാവും. ഞാനിപ്പോൾ മിനി പിസ ആയതുകൊണ്ട് നമ്മുടെ പൂരിയുടെ ആ ഒരു വലുപ്പത്തിൽ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ നോമ്പിനൊക്കെ കുട്ടികൾക്ക് മിനി പിസ്സ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ 10 എണ്ണം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലത്തെ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലിലൊന്ന് കുത്തി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചൂടാക്കുമ്പം പൊന്തി വരും ബന്നു പോലെ. അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ കുത്തി വെക്കുന്നത്.
ഇനി നമുക്കിത് ഓവനിൽ 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബേസ് ഒന്ന് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി ഫില്ലിംഗ് എല്ലാം വെച്ച് ആ ഒരു ചീസ് മെൽറ്റ് ചെയ്യുന്ന സമയം മാത്രമേ വേണ്ടൂ. അപ്പോൾ കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ 5 മിനിറ്റോടെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. പൊതുവേ ഞാൻ പിസ്സ ഉണ്ടാക്കുമ്പോൾ ആദ്യം ബേസ് ഒന്ന് റെഡിയാക്കി വെക്കും, അതിന് ശേഷമാണ് ഞാൻ സെറ്റ് ചെയ്യാൻ തുടങ്ങുക. ഇനി നമുക്ക് പിസ്സ സോസ് ഓരോ ബേസിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അതിനുശേഷം ടൊമാറ്റോ കെച്ചപ്പ് നമുക്കിതാ ഓരോ ടീസ്പൂണ് അതും കൂടി വെച്ച് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ചിക്കൻ തന്തൂരി പിസ്സ എന്ന് പറയുന്നത്. ഇത് കഴിക്കാൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടും ഒരു പിടി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ സോസും മൊത്തമായിട്ട് ഇതുപോലെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മൊസറല്ല ചീസാണ്. അപ്പം ആദ്യം കുറച്ച് മൊസറല്ല ചീസ് ഓരോ ബേസിലും വെച്ച് കൊടുക്കാം. അങ്ങനെ മൊസറല്ല ചീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം 2-3 പീസാക്കിയിട്ട് എല്ലാ ബേസിലും വെച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് സവോളയാണ്. നീളത്തിൽ അരിഞ്ഞിട്ടുള്ള സവോള കുറച്ചായിട്ട് നമുക്ക് ബേസിലിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കാണ്, അതും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വലിയ കേട്ടോ ഈ ഒരു മൊസറല്ല ചീസ്. ഇതിൽ നമുക്ക് ഒലിവ്സ് വേണമെങ്കിൽ അതും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് വെച്ച് കൊടുക്കുന്നില്ല. അങ്ങനെ മൊസറല്ല ചീസ് നമുക്ക് ബാക്കി എല്ലാ പിസ്സയിലും വെച്ച് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കാം, അപ്പോഴാണ് കഴിക്കുമ്പോൾ നന്നായിട്ട് വലിയുള്ളൂ. ചീസൊക്കെ നന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒറിഗാനോ വെച്ച് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ ഒറിഗാനോ എടുത്തിട്ട് കൈ വെച്ചിട്ടാണ് നമുക്ക് മൊത്തത്തിലൊന്ന് കുടഞ്ഞു കൊടുക്കാം. ഓരോ നുള്ളു വീതം എല്ലാ പിസ്സയിലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ചില്ലി ഫ്ലെക്സും 1 ടീസ്പൂൺ എടുക്കുക. എന്നിട്ട് അതും കൂടി നമുക്ക് ഓരോ നുള്ളു വീതം 10 പിസ്സയിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 10 മിനിറ്റ് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുക്കാക്കി കഴിഞ്ഞാൽ നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി. മൊത്തം 15 മിനിറ്റാണ് പിസ്സ റെഡിയാവാനുള്ള സമയം. 5 മിനിറ്റ് ബേസിലും 10 മിനിറ്റ് ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ടാവാനും കുക്കാവാനുള്ള ആ ഒരു ടൈം കേട്ടോ. അപ്പോൾ ഈ ഒരു നോമ്പിൻ്റെ സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തതിന് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം നല്ല ടേസ്റ്റാണ് ഈ ഒരു പിസ്സ കഴിക്കാൻ. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.